ഹരി ഓം. സാക്ഷാൽ ധർമ്മശാസ്താവ് മണികണ്ഠസ്വാമി അയ്യപ്പനെന്ന് പുകൾപെറ്റ ആശ്രിതവത്സലനായ ശബരിഗിരീശൻ ഏവർക്കും അനന്തമായ അനുഗ്രഹാശിസ്സുകൾ നിരന്തരം ചൊരിയാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം നമുക്ക് ആവർത്തിക്കാം. ധർമ്മശാസ്താവിൻ്റെ ധർമ്മോപദേശം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചില വസ്തുതകൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. ഭൂതനാഥഗീത പ്രത്യേകം പഠനാർഹമാവുന്നു. ഭഗവത്ഗീത പഠിക്കുന്നത് പോലെ, വിവേക ചൂടാമണി പഠിക്കുന്നത് പോലെ, ആത്മബോധം പഠിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള അനവധി ഗ്രന്ഥങ്ങളുണ്ട്. ശ്രീരാമഗീത അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്. ശ്രീരാമഗീത എന്ന ഗ്രന്ഥം അധ്യാത്മരാമായണത്തിൽ ഉൾപ്പെട്ടതാകുന്നു. അധ്യാത്മരാമായണം എന്ന് പറയുമ്പോൾ ആദ്യം പിറന്ന ഇതിഹാസം വാൽമീകി മഹർഷിയാൽ വിരചിതമായ വാൽമീകി രാമായണമാണ്. വാൽമീകി മഹർഷിയാൽ വിരചിതമായ വാൽമീകി രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് അനവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര രാമായണങ്ങളാണ്! ഇതിഹാസം എന്ന് പറയുമ്പോൾ ചരിത്രവും അതുപോലെ തന്നെ ആഖ്യായികയും കഥകളും കലർന്നത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിഹാസത്തിൽ ചരിത്രമുണ്ടായിരിക്കും. വാൽമീകി രാമായണത്തിലെ രാമൻ എന്നത് ചരിത്ര പുരുഷനാണ്. കഥയാവുമ്പോൾ അതിൽ ജീവചരിത്രം വേണമെന്ന് നിർബന്ധമില്ല. വാൽമീകി രാമായണം എന്ന ചരിത്രാഖ്യായിക, ആഖ്യായിക എന്ന് പറഞ്ഞ കഥ, അതിൽ കഥയുണ്ട്. അനവധി കഥകളും ഉപകഥകളുമൊക്കെ വാൽമീകി രാമായണത്തിലുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് പല തലങ്ങളെയും കൂടുതൽ വിസ്തരിച്ചുകൊണ്ടും ചില വ്യതിയാനങ്ങൾ പുലർത്തിക്കൊണ്ടുമൊക്കെയാണ് മറ്റ് രാമായണ രചനകൾ ഉണ്ടായിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായിട്ടുള്ള രാമായണ ഗ്രന്ഥം എഴുത്തച്ഛനാൽ വിരചിതമായിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ശ്രദ്ധിക്കുക, ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വാൽമീകി രാമായണത്തിൽ നിന്ന് വളരെയേറെ വ്യത്യാസം പുലർത്തുന്ന രചനയാണ്. വാൽമീകി രാമായണത്തിൻ്റെ മലയാള ഭാഷാ പരിഭാഷയല്ല തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം. പകരം തുഞ്ചത്തെഴുത്തച്ഛൻ തൻ്റെ രചനയ്ക്ക് വേണ്ടി ആശ്രയിച്ചത് ഭഗവാൻ വേദവ്യാസരാൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വിരചിച്ച അധ്യാത്മരാമായണത്തെ ആകുന്നു. വാൽമീകി രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് ഭഗവാൻ വേദവ്യാസർ രചിച്ച കൃതിയുടെ പേര് അധ്യാത്മരാമായണം. അതാണ് മൂലകൃതി. ആ മൂലകൃതിയെ ആശ്രയിച്ചുകൊണ്ട് തർജിമ നിർവഹിക്കുകയാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ നിർവഹിച്ചത്. അധ്യാത്മരാമായണത്തിൻ്റെ കാര്യത്തിലും അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ കാര്യത്തിലും ശ്രീരാമചന്ദ്രൻ ഭഗവത് അവതാരമായിട്ട് തന്നെ ഉടനീളം പരിഗണിക്കുന്നു. ഉടനീളം എന്ന് പറഞ്ഞാൽ രചനയിലുടനീളം. വാൽമീകി രാമായണത്തിലാകട്ടെ രാമൻ അവതാര പുരുഷനാണെന്ന് ആദ്യ ഭാഗത്ത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, പിന്നെ അവസാന ഭാഗത്തുമാണ്. അപ്പം ആദ്യന്തം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മധ്യേ
മാനുഷനാണ്, മനുഷ്യപുത്രനാണ് എന്ന നിലയിലാണ് രാമനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അധ്യാത്മരാമായണത്തിലും അധ്യാത്മരാമായണം ഭാഷാ പരിഭാഷയിലും അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും എഴുത്തച്ഛൻ്റെ രാമൻ എന്നത് ഈശ്വരാവതാരമാണ്. അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷി രാമനെ സ്തുതിക്കും, വസിഷ്ഠർ രാമനെ സ്തുതിക്കും. അഹല്യാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദസ്പർശം കൊണ്ട് പാപമോക്ഷം നേടി എന്ന് അധ്യാത്മരാമായണം വളരെ വിസ്തരിച്ച് പറയും. വാൽമീകി രാമായണത്തിലാകട്ടെ അഹല്യാദേവിയെ രാമലക്ഷ്മണന്മാർ ചെന്ന് നമിച്ചു എന്നാണ് പ്രസ്താവം. ഇങ്ങനെ സാരമായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ അധ്യാത്മരാമായണം എന്ന മൂലകൃതിയിൽ, ഭഗവാൻ വേദവ്യാസർ രചിച്ച കൃതിയിൽ, സീതയെ കാനനത്തിൽ ഉപേക്ഷിച്ച ശേഷം അത് ലക്ഷ്മണനെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു. ജനാപവാദം പെരുകുന്നു എന്ന് കണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു എന്ന അയോധ്യാധിപതി ഭർത്താവായിട്ടല്ല തീരുമാനമെടുത്തത്. ശ്രീരാമചന്ദ്ര പ്രഭു ഒരേ സമയം അയോധ്യയുടെ അധിപതിയുമാണ്, സീതയുടെ പതിയുമാണ്. സീതാപതി എന്നുള്ള നിലയിൽ തനിക്ക് വന്നു ചേർന്നിട്ടുള്ള ധർമ്മം, അയോധ്യാധിപതി എന്നുള്ള നിലയ്ക്ക് തനിക്ക് വന്നു ചേർന്നിട്ടുള്ള ധർമ്മം, ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് വന്നപ്പോൾ, ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടായപ്പോൾ അവിടെ അയോധ്യാധിപതി എന്ന മുഖ്യധർമ്മത്തെ ശ്രീരാമചന്ദ്ര പ്രഭു സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിഷയമൊക്കെ വളരെ വിവാദം സൃഷ്ടിക്കുന്നതാണ്. വിസ്തരിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഏതായാലും ശ്രീരാമചന്ദ്രൻ എന്ന രാജാവാണ് സീതയെ ഉപേക്ഷിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ശ്രീരാമചന്ദ്രൻ എന്ന ഭർത്താവല്ല. ഭർതൃധർമ്മം ഗൗണധർമ്മമാകുന്നു. ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് മുഖ്യ പ്രാധാന്യമില്ല, രണ്ടാമത്തെ പ്രാധാന്യമേ ഉള്ളൂ. മുഖ്യപ്രാധാന്യം, മുഖ്യധർമ്മം അത് രാജാവാണ് എന്നുള്ളതാണ്. അപ്പോൾ രാജധർമ്മത്തിന് പ്രാധാന്യം നൽകി ഗൗണധർമ്മമായിട്ടുള്ള ഭർതൃധർമ്മത്തിന് പ്രാധാന്യം നൽകിയില്ല. ഇതൊരു അന്യായമല്ല, മറിച്ച് ശ്രീരാമചന്ദ്ര പ്രഭു നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും ജാനകിയെ കാനനത്തിൽ ഉപേക്ഷിച്ച് പോരാൻ സൗമിത്രിയോടാണ് ശ്രീരാമചന്ദ്ര പ്രഭു ആവശ്യപ്പെട്ടത്. പറഞ്ഞാൽ അനുസരിക്കുന്ന സോദരൻ ദൗത്യ നിർവഹണം കഴിഞ്ഞ് ആകെ അസ്വസ്ഥചിത്തനായി തിരിച്ചു വന്നു. മാതൃഭാവത്തിലാണ് ലക്ഷ്മണൻ സീതയെ പരിഗണിച്ചതും പരിചരിച്ചതും ആദരിച്ചതും സ്നേഹിച്ചതും. അങ്ങനെയുള്ള അമ്മയെ ഉപേക്ഷിച്ച് പോന്നിരിക്കുക. അതിൻ്റെ വ്യഥ ലക്ഷ്മണ ചിത്തത്തെ വളരെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിഹാരമായി ശ്രീരാമചന്ദ്രൻ നൽകുന്ന ഉപദേശമാണ് ശ്രീരാമഗീത എന്ന പ്രകരണ ഗ്രന്ഥം. ഇത് അധ്യാത്മരാമായണം മൂലത്തിലേ ഉള്ളൂ. ഭഗവാൻ വേദവ്യാസർ ശ്രീരാമഗീത രചിച്ചിരിക്കുന്നു. പക്ഷേ ലക്ഷ്മണോപദേശത്തെ എഴുത്തച്ഛൻ തർജ്ജിമ ചെയ്തിട്ടില്ല. ലക്ഷ്മണോപദേശം എന്ന് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം കാനനവാസത്തിനു വേണ്ടി രാമനെ നിർദ്ദേശിച്ചയക്കുന്ന ദശരഥനെ ചൊല്ലി ലക്ഷ്മണൻ കോപം പൂണ്ടിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ ശ്രീരാമചന്ദ്രൻ നൽകിയ ഉപദേശത്തെയാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എന്നീ പ്രകാരം ലക്ഷ്മണ ഉപദേശം വാസ്തവത്തിൽ ലക്ഷ്മണ ശിഷ്യഭാവത്തിൽ തൻ്റെ ഗുരുവര്യനായി ശ്രീരാമചന്ദ്രനെ സമീപിച്ചപ്പോൾ
ശ്രീരാമചന്ദ്രൻ നൽകുന്ന ഉപദേശമാണ്. അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലില്ല. ഭഗവാൻ വേദവ്യാസർ ചെയ്ത ഈ ഒരു ശ്രീരാമഗീതയിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഭൂതനാഥ ഗീതയുടെ ആ ഒരു വിസ്തരിച്ച പാഠഭാഗത്തെ നമുക്ക് സംഗ്രഹിച്ച് ശ്രദ്ധിക്കാം. ഭൂതനാഥ പ്രഭു പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഗ്രഹിച്ച് ലക്ഷണോപദേശത്തിൽ കാണാം. ഈ ശ്ലോകം നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ പരിഗണിക്കാം, ആസ്വദിക്കാം. ഏവർക്കും ഉപകാരമാവട്ടെ. ഹരി ഓം.